ഹായ് ഹലോ നമസ്കാരം. ന്യൂസി ടോക്കീസിൻ്റെ ഏറ്റവും പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹാർദവമായ സ്വാഗതം. ജപ്പാൻ ഇരുചക്ര നിർമ്മാതാക്കളായ ഹോണ്ടയുടെ വരവോടുകൂടി ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ വലിയ ഒരു പോരിന് കളമൊരുങ്ങിയിരിക്കുകയാണ്. തെല്ലൊന്ന് വൈകിട്ടാണ് ഹോണ്ടയുടെ വരവെങ്കിലും വലിയൊരു കോളിളക്കം തന്നെ സൃഷ്ടിക്കാനുള്ള എല്ലാ കോപ്പുമായിട്ടാണ് കമ്പനി ഇറങ്ങിയിരിക്കുന്നതെന്ന് നമുക്ക് അവരുടെ ഈയിടെ നടന്ന ലോഞ്ച് പരിപാടിയിൽ നിന്ന് മനസ്സിലാക്കും. വണ്ടി പ്രേമികൾക്കെല്ലാം വളരെ പ്രിയങ്കരമായ ഹോണ്ട ആക്ടിവയുടെ ഇലക്ട്രിക് വെർഷൻ കൊണ്ടുവന്നാണ് ഹോണ്ട വിപണിയെ ഞെട്ടിക്കാൻ തയ്യാറെടുത്തിരിക്കുന്നത്. ഈ അടുത്ത് നടന്ന പ്രഖ്യാപന പരിപാടിയിൽ 2 ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളാണ് കമ്പനി പൊതുജനങ്ങൾക്ക് സമക്ഷം സമർപ്പിച്ചിരിക്കുന്നത്. അതിൽ ആക്ടിവയുടെ ഇലക്ട്രിക് രൂപാന്തരമായ ആക്ടിവ ഇ എന്ന വെഹിക്കിൾ സ്വാപ്പബിൾ ബാറ്ററിയാണ് അതിൻ്റെ പ്രത്യേകതയായിട്ട് കമ്പനി അവതരിപ്പിക്കുന്നത്. ICQ1 എന്ന ഒരു പുതിയ മോഡലും ഇതിനോടൊപ്പം തന്നെ കമ്പനി അവതരിപ്പിച്ചിട്ടുണ്ട്. നിലവിലിപ്പോൾ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയിൽ ഒലയും TVS മോട്ടോറും ഏതറും ബജാജ് ഓട്ടോവുമാണ് മുന്നണിയിൽ നിൽക്കുന്നത്. TVSൻ്റെ iQube ഒലയുടെ 3-4 ബ്രാൻഡുകളുമെല്ലാം തന്നെ വിപണിയെ വളരെ പിടിച്ചു കുലുക്കിയിട്ടുണ്ട്. ഒല തന്നെയാണ് ഇതിൽ മുൻപന്തിയിൽ. ഈയിടെയായി മാർക്കറ്റിൽ കൂടുതൽ ചലനങ്ങൾ സൃഷ്ടിക്കുന്നതിന് വേണ്ടി ഏതാണ്ട് 40,000 വില വരുന്ന ഒരു പുതിയ മോഡൽ അവരിറക്കിക്കഴിഞ്ഞിരിക്കുകയാണ്. വില ഇത്രയും താഴ്ത്തിക്കൊണ്ടുവന്ന് ഇലക്ട്രിക് ഇരുചക്ര വിപണിയിൽ വലിയൊരു ഓളം തന്നെയാണ് ഒല സൃഷ്ടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ TVS മോട്ടോറിൻ്റെ iQube ഇതിനോടകം തന്നെ ഇന്ത്യയൊട്ടാകെ അവരുടെ ഡീലർഷിപ്പുകൾ വഴി വിതരണം ചെയ്തു കൊണ്ടുവരികയാണ്. പൊതുവിൽ ഇത്തരത്തിലുള്ള വാഹനങ്ങൾക്ക് 1,00,000-നും 1,50,000-നും ഇടയിലാണ് വില. അതുപോലെ തന്നെ ബജാജിൻ്റെ ചേതക്ക് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഒരു കാലത്ത് സ്കൂട്ടർ പ്രേമികളുടെ ഇഷ്ടവാഹനമായിരുന്നു ചേതക്. അതിൻ്റെ ഒരു ഇലക്ട്രിക് രൂപാന്തരം ഒരുപാട് കസ്റ്റമറുകളെ തൃപ്തിപ്പെടുത്താൻ കഴിഞ്ഞിട്ടുണ്ടെന്നാണ് നമുക്ക് മാർക്കറ്റ് സ്രോതസ്സുകളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. അങ്ങനെയിരിക്കെ ഹോണ്ടയുടെ വരവ് ഈ ഇലക്ട്രിക് ഇരുചക്ര വാഹന വിപണിയെ ഒന്നുകൂടി ചൂടുപിടിപ്പിക്കുമെന്നാണ് വിപണിയോടടുത്ത വൃത്തങ്ങൾ നമ്മോട് പറയുന്നത്. ഇതിൻ്റെ വില ആക്ടിവ ഇയുടെയും QC1ൻ്റെയും കമ്പനി ഇതുവരെ പ്രഖ്യാപിച്ചിട്ടില്ല. ഡിസംബർ മാസത്തോടെ ആണ് അവരുടെ പദ്ധതികളെല്ലാം വെളിയിൽ വന്നത്. ജനുവരി മാസത്തോടെ അവർ ഈ വാഹനങ്ങളുടെ ബുക്കിംഗ് ആരംഭിക്കുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഫെബ്രുവരി മാസത്തോടെ ഡെലിവറികൾ ആരംഭിക്കുമെന്നാണ് കമ്പനി പറയുന്നത്. ഇതിൽ ആക്ടിവ ഇ നേരത്തെ പറഞ്ഞ പോലെ സ്വാപ്പബിൾ ബാറ്ററി ആദ്യമായിട്ട് ഈ വിഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടാണ് കമ്പനി അവതരിപ്പിച്ചിരിക്കുന്നത്. സീറ്റിൻ്റെ അടിയിലായിട്ട് 2 സ്വാപ്പബിൾ ബാറ്ററി കമ്പാർട്ട്മെൻറ്റാണ് ഉള്ളത്. നമുക്ക് ആവശ്യാനുസരണം റീചാർജ് ചെയ്ത ബാറ്ററികൾ ഇതിൽ വന്ന് ഫിക്സ് ചെയ്തിട്ട് ബാറ്ററി ഡ്രെയിൻ ഔട്ട് ആകുമ്പോൾ അത് വേറെ അവരുടെ തന്നെ ഒരു കടയിൽ പോയി റീപ്ലേസ് ചെയ്തിട്ട് മാറ്റാവുന്ന രീതിയിലാണുള്ളത്. QC1ൻ്റെ ആകട്ടെ ഫിക്സഡ് ബാറ്ററിയാണ്. പക്ഷേ ഈ സ്വാപ്പബിൾ ബാറ്ററി വരുന്ന ബൈക്കുകൾക്കൊക്കെ കൂടുതൽ
ആളുകൾ വാങ്ങുമെന്നാണ് കമ്പനി കണക്ക് കൂട്ടുന്നത്. അതായത് ചാർജ് ചെയ്യാൻ കാത്തിരിക്കേണ്ട ആവശ്യമില്ല. പെട്രോൾ അല്ല ഡീസലൊക്കെ അടിക്കുന്ന പോലെ ബാറ്ററി റീപ്ലേസ് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് അത് മായിട്ട് യാത്ര ചെയ്യാം. ഈ 2 ബാറ്ററികൾ ഉൾപ്പെടെ 102 കിലോമീറ്ററോളം പോകാൻ കഴിയുമെന്നാണ് ആക്റ്റീവ് ഇയെ സംബന്ധിച്ചിടത്തോളം കമ്പനി അവകാശപ്പെടുന്നത്. ഏതാണ്ട് 1 ലക്ഷത്തോളം വരുന്ന വണ്ടികൾ നിർമ്മിക്കാനാണ് ഹോണ്ട പദ്ധതിയിടുന്നത്. അവരുടെ കർണാടകയിലുള്ള ഫാക്ടറിയിലാണ് ഈ വാഹനങ്ങൾ നിർമ്മിക്കുന്നത്. ഇതിന് പുറമെ ഒല, ഈ ബജാജ് ഓട്ടോ എന്നിവയ്ക്ക് പുറമെ എയ്ത്തർ, സിമ്പിൾ, അതുപോലെ ഒരു പിടി ഇലക്ട്രിക് 2 വീലർ സ്റ്റാർട്ടപ്പുകൾ നമ്മുടെ രാജ്യത്തുണ്ട്. അവരും ഇതുപോലെ ഒരുപാട് സ്കൂട്ടറുകൾ ഒക്കെ പുറത്തിറക്കിയിട്ടുണ്ട്. ഇതുകൂടാതെ മോട്ടോർ സൈക്കിൾ വിഭാഗത്തിലും അൾട്രാ വയലറ്റ് പോലുള്ള കമ്പനികൾ നിലവിലുണ്ട്. കാലക്രമേണ ഇലക്ട്രിക് ഇരുചക്ര വാഹനങ്ങളുടെ വിപണി കൂടുതൽ സജീവമാകുമെന്നാണ് നമുക്ക് കിട്ടുന്ന വിവരം. ഏതായാലും ഇരുചക്ര വാഹനം, പ്രത്യേകിച്ച് സ്കൂട്ടറുകളുടെ വിഭാഗത്തിൽ ബജാജും TVS മോട്ടോറും ഹോണ്ടയും ഹീറോവും ഒലാവും എല്ലാം ചേർന്ന് ഉപഭോക്താക്കൾക്ക് കൂടുതൽ നല്ല ഉൽപ്പന്നങ്ങളും മത്സരം കനക്കുമ്പോൾ വിലയിലും കുറവുണ്ടാവുമെന്നാണ് പൊതുവെ നമ്മൾ പ്രതീക്ഷിക്കുന്നത്.